ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് നൈറ്റ് എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ കുറച്ച് പേടിയുള്ളത് കൊണ്ട് പകലെടുക്കാമെന്ന് കരുതി. അല്ലേ, പ്രേതത്തിൽ വിശ്വാസമുണ്ടോ നിങ്ങൾക്ക്? ചിലവർ പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, എന്നാൽ പ്രേതമില്ല അതൊക്കെ വെറുതെ കെട്ടുകഥയാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ചില CCTVകളിൽ ദൃശ്യങ്ങൾ പതിഞ്ഞ പ്രേതത്തിൻ്റെ അല്ലെങ്കിൽ അമാനുഷിക ചില ശക്തികളുടെ ചില ദൃശ്യങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇത് മുന്നിലെത്തുന്നു. നേരെ വീഡിയോയിലേക്ക്. അമാനുഷികമായ സംഭവങ്ങൾ എന്നും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണല്ലേ. നിർഭാഗ്യവശാൽ ചിലർക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ കൺമുന്നിൽ കാണേണ്ടി വന്നിട്ടുമുണ്ട്. നമ്മുടെ ചുറ്റിനും അങ്ങനെയുള്ള ചില സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ SSMലൂടെ കാണാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമതായിട്ട് 2022 നവംബർ 11 അർജന്റീനയിലെ ഒരു ആശുപത്രി വെളുപ്പിന് 3 മണി സമയം ആശുപത്രിയുടെ ഓട്ടോമാറ്റിക് ഡോർ തനിയെ തുറന്നു. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ എഴുന്നേറ്റ് ചെന്ന് ആരോട് വർത്തമാനം പറയുന്നതും രജിസ്റ്ററിൽ എന്തൊക്കെയോ എഴുതുന്നതും അതിനുശേഷം വീൽ ചെയർ എടുത്ത് വാർഡിലേക്ക് ഉരുട്ടിക്കൊണ്ടു പോകുന്നതുമെല്ലാം CCTVയിൽ കാണാൻ കേട്ടോ. ഇതിനെപ്പറ്റി തിരക്കിയപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ ഒരു സ്ത്രീയാണ് ആശുപത്രിയിലേക്ക് കടന്നു വന്നത് എന്ന്, അവരെയാണ് വാർഡിലേക്ക് കൊണ്ടുപോയതെന്നുമൊക്കെയാണ്. രജിസ്റ്റർ എടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടതോ ഒരു ദിവസം മുൻപേ അതേ ആശുപത്രിയിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ബ്രസീലിൽ ഒരു ആശുപത്രിയിൽ നടന്ന മറ്റൊരു സംഭവമാണ് കേട്ടോ. പാതിരാത്രി പെട്ടെന്ന് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദം. അത് എന്താണെന്ന് നോക്കാൻ അവിടുത്തെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിക്കാർ അങ്ങോട്ടേക്ക് നടന്നു. ഒരു സ്റ്റീൽ ഡോർ തനിയെ അടയുന്ന ശബ്ദമായിരുന്നു അത്. അവിടെ അവർക്ക് ആരെയും തന്നെ കാണുവാനും സാധിച്ചിരുന്നില്ല. കാറ്റ് കയറാത്ത ആ ഇടത്ത് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സെക്യൂരിറ്റിക്കാർ ഭയന്നു നിന്നു. കെയ്ലി എന്ന ഒരു യൂട്യൂബർ ഒരു കെട്ടിടം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പിന്നീട് അവർ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. സാധാരണ ഒരു വീഡിയോ, എന്നാൽ പിന്നീട് ഒരു സബ്സ്ക്രൈബർ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് കെയ്ലി പോലും അത് ശ്രദ്ധിക്കുന്നത്. ഒരു രൂപം താനത് അപ്ലോഡ് ചെയ്തപ്പോൾ പോലും കണ്ടിരുന്നില്ല എന്നാണ് കെയ്ലി പറയുന്നത്. സാധാരണ ഒരു ദിവസം തങ്ങളുടെ വീടിന്റെ ജനാലയുടെ അരികിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഒരു കാഴ്ച അവർ കാണുന്നത് കേട്ടോ. എതിർവശത്തുള്ള കടയുടെ മുന്നിലെ പാവകളിൽ ഒരെണ്ണം കണ്ണുകൾ ചിമ്മുന്നു. ആ കാഴ്ച കണ്ട് അവർ ഭയന്ന് നിലവിളിച്ചു. ചില സമയങ്ങളിൽ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി അനുഭവപ്പെടാറില്ലേ, അല്ലെ? ഈ സ്ത്രീക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. സ്റ്റോർ റൂമിൽ എന്തോ ഒരു ശബ്ദം. പാവയുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മകൾ ഭയത്താൽ വിളറി വെളുത്തിരിക്കുന്നു. സ്റ്റോർ റൂമിന്റെ വാതിൽ തുറന്നപ്പോ മനുഷ്യന്റെ ബൊമ്മ വല്ലാതെ മറ്റൊന്നല്ല കേട്ടോ, മനുഷ്യന്റെ ബൊമ്മ പൊടുന്നനെയാണ് ബൊമ്മ താഴേക്ക് വീണത്. അപ്പോഴും ആ കുട്ടി ഭയന്നിരിക്കുന്നത് കണ്ട അമ്മ CCTV പരിശോധിച്ചപ്പോഴാണ് 1 മാസം മുമ്പ് നടന്ന ഒരു സംഭവം അറിയുന്നത് കേട്ടോ. ഇതുപോലെ ഒരു ശബ്ദം കേട്ട് സ്റ്റോർ റൂം തുറക്കുന്ന മകൾ എന്തോ കണ്ട് ഭയന്ന് എന്ന കുട്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും നിമിഷങ്ങൾക്കകം സ്റ്റോർ റൂമിന്റെ വാതിൽ അടയുന്നതും ആ അമ്മ ശ്വാസമടക്കി നോക്കി നിന്നു.
അപകടത്തിൽപ്പെട്ട ഒരു പേഷ്യന്റിനെ ആശുപത്രിയിൽ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു. അന്ന് രാത്രി അമാനുഷികമായിട്ടുള്ള രീതിയിൽ വീൽ ചെയർ തനിയെ ഉരുണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം ഒരുപോലെ ഞെട്ടി. ഒരു ആശുപത്രിയിൽ എന്നും രാത്രി ഒരു മുറിയിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് പതിവായി. അത് എന്താണെന്ന് അറിയാനായിട്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ആ മുറിയിലെ കസേരയും അതിനടുത്തുള്ള IV സ്റ്റാൻഡും നീങ്ങുന്നത് അതിൽ കാണാൻ കഴിഞ്ഞത്. എന്തോ ഒരു ശബ്ദം തങ്ങളുടെ മുറിയിൽ നിന്ന് കേൾക്കുന്നുവെന്ന് മക്കൾ പറഞ്ഞപ്പോഴും ആ അമ്മ അത് കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. എന്നാൽ ഒരു ദിവസം നടക്കാൻ ഇറങ്ങി തിരിച്ചു വന്ന അവർ മുകളിലത്തെ നിലയിലെ ജനാലയുടെ ഒരു കാഴ്ച കണ്ടു. ആരോ ജനാല കൈകൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. എന്നാൽ അവിടേക്ക് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. മുകളിലത്തെ മുറിയിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഈ സംഭവം ആ കുടുംബത്തെ ഒന്നാകെ ഭയത്തിലാഴ്ത്തി. Here's the upstairs. I just want to show you guys. Here's my mother's room. Nobody. Not a single person. ഒരു ആശുപത്രിയുടെ എമർജൻസി വാർഡ്. അന്ന് അവിടെ ഒരു പേഷ്യന്റ് പോലും ഉണ്ടായിരുന്നില്ല. ആ കാറ്റിന് കടക്കാൻ യാതൊരു പഴുതുമില്ലാത്ത ആ മുറിയുടെ കട്ടൻ തനിയെ ഇളകുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം ഭയന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ആ മുറിയിലെ ഒരു പേഷ്യന്റ് മരണപ്പെട്ടത്. ഈ വീട്ടിലെ സ്ത്രീ വളർത്തിയിരുന്ന 2 പൂച്ചകൾ കുറച്ചു ദിവസമായിട്ട് അസ്വാഭാവികമായിട്ട് പെരുമാറുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട അവർ വീടിന്റെ ഉള്ളിൽ മോഷൻ സെൻസർ ക്യാമറ ഘടിപ്പിച്ചു. ഒരു ദിവസം പൂച്ചകൾ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയം വീടിന്റെ ഒരു ഭാഗത്ത് മോഷൻ സെൻസർ ക്യാമറ എന്തോ ഒരു അനക്കം തിരിച്ചറിഞ്ഞു. എന്നാൽ ക്യാമറയിൽ ഒന്നും തന്നെ പതിഞ്ഞില്ല. പല അവസരങ്ങളിലും ഈ പൂച്ചകൾ ഭയപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് അത് സംഭവിച്ചത്. ഒരു മുറിയുടെ വാതിൽ തനിയെ തുറന്നു. ആ മുറിയിലുണ്ടായിരുന്ന പൂച്ച ആകെ ഭയപ്പെട്ട് കിടന്നു വിളിച്ചു. പൂച്ചയുടെ ഉടമസ്ഥ ആ മുറിയിലേക്ക് കയറി പൂച്ചയെ പുറത്തേക്ക് ഇറക്കി. അതിനുശേഷം ആ പൂച്ച ഉടമസ്ഥയുടെ അരികിലേക്ക് പോലും ചെല്ലാൻ ഭയന്നു. പൂച്ചയെ അനുനയിപ്പിക്കുന്നതിനുള്ള ഇടയിലാണ് അത് സംഭവിച്ചത്. കാറ്റ് കിടക്കാൻ യാതൊരു ഇടമില്ലാത്ത ആ മുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു. ജെയ്മിയും മകളും കൂടി തങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം അവർ ഒരു രസത്തിനായിട്ട് ക്യാമറയിൽ പകർത്തുന്നുമുണ്ടായിരുന്നു. അപ്പോഴാണ് ജെയ്മിയെ ഞെട്ടിപ്പിച്ച ആ സംഭവം ഉണ്ടായത്. മരിച്ചുപോയ തന്റെ മുത്തശ്ശിയെ പറ്റിയാണ് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ആ കുട്ടി ആ കാര്യം അറിഞ്ഞത്. അമ്മയുടെ മുത്തശ്ശി ഇവിടെയുണ്ട്. അവർ അമ്മയുടെ ചെല്ലപ്പേര് വിളിക്കുന്നു. ഇദ്ദേഹം തന്റെ വീട്ടിൽ നടക്കുന്ന അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിലൊന്നിൽ തന്റെ വീട്ടിലെ കണ്ണാടി ഒരു പ്രത്യേക തരത്തിൽ ഉടഞ്ഞിരിക്കുന്നതൊക്കെ കാണിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾക്ക് ശേഷം ഒരു ദിവസം ജനാലയുടെ പുറത്ത് എന്തോ ഒരു രൂപം കണ്ടു. അത് ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിലുള്ള വാതിൽ തനിയെ തുറക്കുന്ന ശബ്ദം കേട്ടത്. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. അവിടെ ദിവസവും ഇതേ സമയം അദ്ദേഹം ക്യാമറ തയ്യാറാക്കിയിരുന്നു. അല്പസമയത്തിന് ശേഷം ആ വാതിൽ വീണ്ടും തനിയെ തുറന്നു. അവിടേക്ക് ഓടിച്ചെന്ന് നോക്കിയെങ്കിലും ആരെയും കാണാൻ സാധിച്ചിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഒരു വീട് വിൽക്കാനായിട്ട് ആ സ്ഥലത്തിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. അദ്ദേഹം ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അടുക്കളയിൽ എന്തോ ഒരു രൂപം മിന്നിമറയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു ദിവസം ഓഫീസിൽ തനിയെ ജോലി ചെയ്യായിരുന്ന സ്റ്റാഫ് പെട്ടെന്ന് അവിടെ അലാറം മുഴങ്ങിയത് കേട്ട് ചാടി എഴുന്നേറ്റു. വീണ്ടും ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ഓഫീസിന്റെ ഒരു ഭാഗത്ത് എന്തോ ഒരു ശബ്ദം കേട്ടത്.
അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മുന്നിലുണ്ടായിരുന്ന ഒരു കസേര തനിയെ പിന്നിലേക്ക് നീങ്ങുന്നു. ഇത് കണ്ട് ഭയന്ന സ്റ്റാഫ് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ഒരു ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ഒരു വാതിലിന്റെ മുമ്പിൽ നിന്ന് ആരെയോ വർത്തമാനം പറയുന്നത് CCTVയിൽ കണ്ട സ്റ്റാഫ് സെക്യൂരിറ്റി റൂമിൽ നിന്നും മൈക്കിൽ അദ്ദേഹത്തോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അവിടെ ആബിഗേൽ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടെന്നും അവരോടാണ് സംസാരിക്കുന്നതെന്നും സെക്യൂരിറ്റി മറുപടി നൽകി. Yes, sir. Who are you talking to? I'm talking to elderly lady. I saw her walking by the door and she said she's looking for Mr. Griffin. Her name is Miss Abigail. അല്പസമയത്തിനകം തനിക്ക് ലഭിച്ച മറുപടി കേട്ട് സെക്യൂരിറ്റിക്കാരൻ ആകെ വിരണ്ടു. ഈ സ്ത്രീ 2 വർഷം മുമ്പേ മരണപ്പെട്ടതാണ്. Miss Abigail she died 2 years ago. You mean you can't see the person I'm talking to? No, there's nobody in front of you at all. ഒരു കാട്ടുവഴിയിലൂടെ ട്രക്കിങ്ങിന് പോയിരിക്കുകയായിരുന്ന സംഘം ദൂരെ ഒരു രൂപം മറയുന്നത് കണ്ട് അങ്ങോട്ടേക്ക് നീങ്ങി. അതോടൊപ്പം തന്നെ അവർ ക്യാമറയിലെ ദൃശ്യങ്ങൾ പകർത്താനും ശ്രമിച്ചു. എന്നാൽ ആ രൂപത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അത് മറഞ്ഞിരുന്നു. എന്താണ് ആ രൂപം എന്നത് അവരെ കുഴപ്പിച്ചു. ഓ മൈ ഗോഡ് മൊത്തത്തിൽ വീഡിയോ എടുക്കണം, നമുക്ക് തന്നെ പേടിയോളൂ ഗൈസ്. ഇതെല്ലാം CCTVയിൽ പതിഞ്ഞ ചില സീനുകളാണ്. പലരും ഇന്നും പ്രേതമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താതെ നടക്കുന്നവരാണ്. അത് ചിലവർ വിശ്വസിക്കുന്നു, ചിലർക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ശബ്ദമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഭയന്നു. ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായ, അങ്ങനെ ഒരു തോന്നലില്ലെങ്കിൽ നമുക്ക് വിഷയമില്ല. അപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ തോന്നും. പിന്നെന്താ പറയുക, പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അത് ഷുവറാണ്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് എന്ന് വെക്കുമ്പോൾ അത് ഉറപ്പാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ പാഠങ്ങളും വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മൾ ഭയപ്പെട്ടാലാണ് അത് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നവർ അതിൽ ഇതാവുള്ളൂ. ഭയമില്ലാത്തവരുടെ വീണ്ടും പിന്നെ ഭയം വരില്ല. പിന്നെന്താ പറയാ, ആകെ മൊത്തൊരു ഇത് ഈശ്വര. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ താടിയും പൊട്ടും ടോക്സ്. ബൈ. എല്ലാവരും ഇന്ന് പ്രാർത്ഥിച്ച് കിടക്കണേ.